ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞു തരാം. ഞങ്ങൾ ജോസ് കെ മാണിയൊന്നും കണക്കിലെടുക്കുന്നില്ല. ഞങ്ങളെ കൂടൊപ്പം 40-45 വർഷക്കാലം ഈ മുന്നണി കെട്ടിപ്പടുക്കുവാൻ ത്യാഗം ചെയ്ത നേതാവായ ശ്രീ കെ എം മാണി സാറിനെതിരെ ആരെന്ത് പറഞ്ഞാലും, അദ്ദേഹത്തിനെ കള്ളനാക്കാൻ ശ്രമിക്കുന്ന ഏത് സമീപനത്തിനെതിരെയും അവസാന ശ്വാസം വരെ UDF പോരാട്ടം നടത്തും. വിജയരാഘവൻ കേരളത്തിൽ നിന്ന് തുള്ളുന്നത് പോലെയല്ല ടൈംസ് ഓഫ് ഇന്ത്യയുടെ കോടതി റിപ്പോർട്ടർ അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞു മരിച്ചുപോയവർക്കെതിരായി ഇനിയും പുനഃഭ്യം വിളിക്കാൻ പാടുണ്ടോ? എന്താ ഔദാര്യമാണ് റഹീമെ നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങൾ 51 വെട്ടുവെട്ടി കൊന്ന TP ചന്ദ്രശേഖരൻ, അദ്ദേഹത്തിന്റെ പ്രതിമ നിങ്ങൾ 6 തവണ തകർത്തവരാണ്. അദ്ദേഹത്തിന്റെ വിധവയെ അകത്തും പുറത്തും നിങ്ങൾക്കറിയോ? ആൺകുട്ടികളെ സ്ത്രീവേഷം കെട്ടിച്ച് ചിരട്ടയും വെച്ച് കെട്ടി അപമാനിച്ചുകൊണ്ട് കഴുത്തിൽ കെട്ടിത്തൂക്കി TP ചന്ദ്രശേഖരനെ ഇന്നും അപമാനിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങൾക്കിപ്പോ മരിച്ചവരെ പറയുന്നത് വലിയ കാര്യമായിട്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഇന്നും നിർത്തിയിട്ടില്ല. എന്ത് ചെയ്യാനാ ചെമ്പകം, എന്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി. ഒന്ന്. രണ്ട്, നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇന്നലെ എടുത്ത സമീപനമല്ല ഇന്നെടുക്കുന്നത്. അത് ഞങ്ങൾക്ക് അറിയാവുന്നേ. നിങ്ങളുടെ കുന്നംകുളത്തെ MLA ആയിരുന്നു SFIയുടെ പഴയ നേതാവ് കുഞ്ഞാലി. അതും കുഞ്ഞാലി തന്നെയാ. പഴയ SFI നേതാവ് കുഞ്ഞാലിയെ കുത്തിമടർത്തിയെന്ന് നിങ്ങൾ ആരോപിക്കപ്പെട്ട് കേസിൽ പ്രതിയായ ആളെ CPM-ൽ ചേർത്ത് കുന്നംകുളത്ത് മത്സരിപ്പിച്ച് MLA ആക്കിയ പാർട്ടിയുടെ പാരമ്പര്യം നിങ്ങൾ ഇങ്ങോട്ട് എഴുതലണ്ട. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. MM ലോറൻസ് ഉൾപ്പെടെ, രവീന്ദ്രനാഥ് ഉൾപ്പെടെ, പിന്നെ ചെറിയാൻ ഉൾപ്പെടെയുള്ള പഴയകാല CI2 നേതാക്കന്മാരെ വെട്ടിനിരത്താൻ പാലക്കാട് സമ്മേളനത്തിൽ ഒരേ കാറിൽ യാത്ര ചെയ്ത് പോയി സഖാവ് VS അച്യുതാനന്ദൻ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിയിൽ വെട്ടിനിരത്തി. അന്ന് ഒത്തുതീർപ്പിന്റെ വ്യവസ്ഥയിൽ പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം ബക്കറ്റും വെള്ളവും ഒക്കെ പറഞ്ഞ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തരവും താഴ്ത്തി അപമാനിച്ച് ഇറക്കിവിട്ട സഖാവ് VS-ന്റെയും പിണറായിയുടെയും ചരിത്രം ഒന്ന് റഹീം പഠിക്കുന്നത് നന്നായിരിക്കും. ആരാണ് ഏറ്റവും കൂടുതൽ സ്വന്തം സഹപ്രവർത്തകനെ പുറകിൽ നിന്ന് കുത്തി ആക്രമിച്ചിട്ടുണ്ടെന്നും കുത്തുവാക്ക് ഉപയോഗിച്ചതെന്നും ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അറിയാം റഹീമെ. പിന്നെ നാണക്കെടുത്തി. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. 3, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ അല്പമെങ്കിലും ധാർമ്മികതയുണ്ടെങ്കിൽ ഇപ്പൊ റഹീം മാപ്പ് പറയണം. പടച്ചവനെ തീവണ്ടിക്കാണല്ലോ തല വെച്ചത്. ഞങ്ങൾ നടത്തിയ പദയാത്രയിൽ മാപ്പ്. ഞങ്ങൾ പൊതുമുതൽ കെ എം മാണി സാറിന് വേണ്ടിയിട്ട് ഞങ്ങൾ നടത്തിയ സമരത്തിൽ പൊതുമുതൽ ആക്രമിച്ചതിൽ മാപ്പ്. ഞങ്ങൾ കുട്ടിയമ്മ ചേച്ചിയെയും കെ എം മാണി സാറിനെയും ഞങ്ങൾ കള്ളനെന്ന് വിളിച്ചതിൽ മാപ്പ് പറയണം. എന്നാ നിങ്ങൾ ഇപ്പൊ ചെയ്യണമെന്ന് എന്തറിയോ? ഇല്ലാത്ത പരിരക്ഷയുടെ പേരിൽ നിയമസഭയെ അടിച്ചു തകർത്ത് സ്പീക്കറുടെ കസേരയെ തല്ലി തകർത്തിട്ട് എന്റെയും നിങ്ങളുടെയും ഈ പറയപ്പെടുന്ന SFIക്കാരന്റെയും KSUക്കാരന്റെയും നികുതി പണത്തിൽ നിന്ന് എടുത്ത് സുപ്രീം കോടതിയിൽ അപ്പീൽ പോയിരിക്കുക വലിയ ആളുകൾ കമഞ്ഞിട്ട്. CPM-ന്റെ പണമല്ല, DYFയുടെ പണമല്ല, ഇവിടുത്തെ പാവപ്പെട്ട അത്താഴ പട്ടിണിക്കാരൻ നികുതി പണമെടുത്ത് നിങ്ങൾ സുപ്രീം കോടതി വരെ അപ്പീൽ പോയിരിക്കുകയാണ്. പണം തിരിച്ചു വെക്കണം ഖജനാവിലേക്ക്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്, എന്നാ പോവാൻ നോക്കടാ. നിങ്ങൾക്ക് കളിക്കാനുള്ളതല്ല കേരളത്തിലെ ഖജനാവിലെ പണം. പണം തിരിച്ചു വെക്കണം. പെരിയ കേസിൽ നിങ്ങൾ അപ്പീൽ പോയി ക്രിമിനലുകളെ സംരക്ഷിക്കാൻ. നിങ്ങൾക്കറിയോ, നിങ്ങൾ ഷുഹൈബ് കേസിൽ നിങ്ങൾ അപ്പീൽ പോയി. നിങ്ങൾ പിന്നെ TP കേസിൽ നിങ്ങൾ അപ്പീൽ പോയി. CBI വരാതിരിക്കാൻ ഖജനാവിലെ പണമെടുത്താണ് പോയത്. ഇപ്പോഴും പോയിരിക്കുന്നത് ഈ കേസിൽ കെ എം മാണി സാറിന്റെ ഈ നിയമസഭാ കേസിൽ പോലും നിങ്ങൾ സുപ്രീം കോടതി പോയിരിക്കുന്നത് കേരളത്തിന് നികുതി പണമെടുത്താണ്. അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ആ കാര്യങ്ങളിൽ നിങ്ങൾ പണം തിരിച്ചു വെക്കാൻ CPM തയ്യാറാകണം. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ